കാല് ഉളുക്കിയതാ. എങ്ങനെ? ഇന്ന് ഫാസിൽ ലീവായിരുന്നടി. അപ്പൊ ഞാൻ ആ ബസ് സ്റ്റോപ്പ് വരെ നടന്നതാ. അപ്പൊ ആ സ്ലാബ് കിടപ്പുണ്ടായിരുന്നു, അത് കണ്ടില്ല. പിന്നെ പൊന്നേട്ടോ നോക്കി നടക്കണ്ടേ? എന്നെ ഇങ്ങോട്ട് ഓട്ടോയിൽ വന്നാ പോരായിരുന്നോ? ഓട്ടോല്ലേ വന്നേ. അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ പറയായിരുന്നില്ലേ? അതുവരെ വന്നപ്പോ അവൻ പറയാ ആ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്ത് കൂടെ വരാൻ ഞാൻ തയ്യാറല്ലാതെ. ഇത് നല്ല വേനയുണ്ടോ? കുഴപ്പമില്ല. ഇതിപ്പോ താഴെ കുത്താൻ പറ്റുള്ളല്ലോ. എവിടെ എവിടെ ഇരിക്കേ? അതിലിരിക്കേ. അയ്യോ എന്റെ ഏട്ടാ എന്തെന്നാ? എവിടെ നോക്കട്ടെ. അവിടെയാണ് അവിടെയാണ്. കളിക്കല്ലേ? അല്ല ഈ ഫാസിൽ ഇല്ലാന്നും പറഞ്ഞ എപ്പോഴെപ്പോഴും ഇങ്ങനെ പോയി വീണാൽ എങ്ങനാ? വേണ്ട 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 മതി മതി. ഇതാ ഞാൻ പറയണ ഒരു വണ്ടി മേടിക്കാൻ, അതാവുമ്പോ എളുപ്പമുണ്ടല്ലോ. ഓ അല്ല ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ എപ്പോഴും നടന്നു വീഴൂലല്ലോ. അതൊന്നും സാരില്ല. ഇതിപ്പോ വണ്ടി അങ്ങനെ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ലപ്പോ. അവന്റെ വണ്ടി ഉണ്ടല്ലോ, അത്യാവശ്യത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ. കുറച്ച് കുഴമ്പിടാന്നാല്. കുഴപ്പമൊന്നും വേണ്ട. പിന്നെ കുഴപ്പമൊന്നും വേണ്ട. അമ്മേ ഇനി അമ്മ വന്നോ? അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഇത് നോക്കിക്കേ അമ്മേ. ഒന്നുമില്ല അമ്മ, കാലൊന്ന് ഉളുക്കിപ്പോയി. എന്താ നീ പിച്ച പിച്ച കിടക്കുന്ന സമയമാണ് ഇപ്പം? കാല് താഴെ കുത്താൻ പറ്റണല്ലോ അമ്മേ. അയ്യോ ഞരമ്പൊക്കെ പിടച്ച് കിടക്കുന്നല്ലേ, ഞാൻ കൊട്ടൻ ചുക്കാതെ എടുത്തോണ്ട് വരാം. ഈ അമ്മക്ക് ഇനി കുഴമ്പ് കൊട്ടൻ അമ്മേ നാത്തിനോട് മുറിവേണ വരാൻ പറ. മുറിവെണ്ണ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ, അങ്ങനെ അവിടെ വന്ന് കിടപ്പുണ്ട്. നല്ല വേനുണ്ടോ? എവിടെ പോയി കിടക്കുന്നത്? നീ ഒന്നോട്ട് വാ, ആ കൊട്ടൻ ചുക്കാനും കൂടെ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. എന്നിട്ട് ആങ്ങളെ വന്ന് കിടപ്പുണ്ട്, കാലും കാലും ഒക്കെ തല്ലി ഒടിച്ച് വെച്ചുകൊണ്ട്. പോയിട്ട് പാടി ഇങ്ങോട്ട്. പതുക്കെ പിടിക്ക് കൊച്ചേ. ഞാൻ പേടിച്ചു പോയി അമ്മേ. പേടിച്ചു പോയി. അവിടെ തന്നെയാണ്. നല്ല നീരുണ്ട്. അമ്മേ വല്ല ഡോക്ടറെ കാണാം അമ്മേ. മോനെ ആശുപത്രി പാ. ഒന്നും വേണ്ട അമ്മ, ഒന്ന് ചൂട് പിടിച്ചാ മതി, അത്രേ ഉള്ളൂ. ചൂട് പിടിച്ചാൽ മതി. എന്താ അടുത്ത ആള് എന്താടാ? ഒന്നുമില്ല, കാലൊന്ന് ഉളുക്കി പോയതാണ്, അത്രേ ഉള്ളൂ. എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്താ പറയണത്? ഇന്ന് ആ ഫാസിൽ ലീവായിരുന്നു, അപ്പൊ ഞാൻ ആ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നതാ. അപ്പൊ എങ്ങനെ ഒരു സ്റ്റാബിന്റെ ഇടയിൽ എങ്ങനെ പെട്ടു എനിക്ക് അറിഞ്ഞൂടാ. പൊന്ന് കനക, നിനക്ക് ഇതുവരെ കാലുറപ്പിച്ച് നടക്കാനും പഠിച്ചിട്ടില്ലേടാ നീ? എന്നും വീഴ്ചവന് തുടങ്ങിയോളൂ. എന്നിട്ട് ഈ കാലം കൊണ്ടേ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ നടന്നു വന്നു. അതിന് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഓട്ടോറിക്ഷക്കാരനെ റോഡ് പൊളിഞ്ഞു കിടക്കാണ്, അതുകൊണ്ട് വരാൻ പറ്റൂല. അത് എന്റെ ചെറുക്കന് നല്ല കണ്ണ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്നും വരത്തില്ല. എന്താ എടാ നിനക്ക് നല്ല കണ്ണ് കിട്ടിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ പിന്നെ കണ്ണു കിട്ടാൻ പറ്റിയൊരു മുതലിരിക്കണൊക്കെയാണ് പാമ്മയോടന്ന് നല്ലോണം തിരുമിക്കോ. എനിക്കൊരു കാര്യം പറയാം. ഒന്നുമില്ല, കണ്ണടച്ച് അവിടെ ഇരിക്കും. അയ്യോ പതുക്കെ. ഇവിടെ നല്ല നീരുണ്ടല്ലോ. കശക്കി വിട്, കശക്കി വിട്. നാത്തിനെ ഞാനൊരു കാര്യം പറയട്ടെ. കണ്ണടച്ച് പിടിച്ചു. ദേ ഇങ്ങോട്ട് നോക്കിയേ. പറ. ക്ലീറ്റോ ചേട്ടൻ വരുമ്പോഴേ ഏട്ടന് ഒരു വണ്ടി മേടിച്ചു കൊടുക്കാൻ പറയണം. ഇനി അവൻ വണ്ടി ഇഷ്ടമല്ലല്ലോ അവന് മറ്റവന്റെ വണ്ടി കയറി. ഇനി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇതിപ്പോ ഫാസിലിന്റെ വണ്ടി ഇല്ലാഞ്ഞിട്ടാണ് നടന്നത്. അതിനിപ്പോ ഫാസിലിന്റെ വണ്ടി, ഫാസിൽ ലീവ് ആയതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ അവൻ വരുമല്ലോ. അവൻ ചത്തുപോയ നീ എന്ത് ചെയ്യും? ഫാസിലിനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെ പറയണത്? അല്ല, എന്ത് സഹായത്തിന് വിളിച്ചാലും വരുന്നാണല്ലേ അവൻ. എന്നിട്ട് ഇന്നെന്തായിരുന്നു? ഇന്നവില്ല. അത് തന്നെ പറഞ്ഞത്. ഈ കുടുംബത്തൊരു ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് വണ്ടി വേണ്ടേ? ഈ അമ്മയ്ക്ക് ഒരാവശ്യം വന്ന്, ഞങ്ങൾക്ക് ഒരാവശ്യം വന്ന്, അവർക്കൊരാവശ്യം വന്ന്, ഉടനെ ഫാസിലേ വണ്ടി കൊണ്ടുപോടാ എന്ന് പറഞ്ഞ് വിളിക്കും എല്ലാവരും. അവിടെ ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? അത് തന്നെ. അതെ, വണ്ടി വാങ്ങിക്കുന്നതല്ലല്ലോ വിഷയം. അതില് വെറുതെ പച്ചവെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ, എണ്ണ ഒഴിക്കണ്ടേ? അതെ, നിങ്ങൾ ഫാസിലിന് ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാറില്ലേ? നിങ്ങൾ ജ്യൂസ് കുടിക്കാറില്ലേ? ആ പൈസ അങ്ങോട്ട് എടുത്താൽ മതി അല്ലേ മേ? എന്തായാലും ഒരു വണ്ടി ഇവിടെ വാങ്ങിച്ചേക്കൂ. ക്ലീറ്റസിന്റെ അടുത്ത് ഒരു നല്ല വണ്ടി നോക്കി വാങ്ങിച്ചു തരാം. ക്ലീറ്റോ വരട്ടെ, ഞാൻ പറയാം. എന്നാ പിന്നെ എന്താ വെച്ചാൽ നിങ്ങളുടെ തീരുമാനം പോലെ നടക്കട്ടെ. പല്ല് കടിച്ചു പിടിച്ചോ. പിന്നെ വേറൊരു കാര്യം, 10,000 രൂപയൊന്നും കൂടരുതെന്ന് പറയാനട്ടാ. 10,000 രൂപയ്ക്ക് ഒരു വണ്ടി പൊയ്ക്കേടാ. നീ ഏത് യുഗത്തിലാ ജീവിക്കണേ? 10,000 രൂപയ്ക്ക് വണ്ടി കിട്ടുവാടാ പൊട്ടാ. സെക്കൻഡ് ഹാൻഡ് അല്ലേ, പുതിയതല്ലോ. പോരാത്തതിന് ഞാൻ കൂടെ തരാം എന്തെങ്കിലും. വണ്ടി ആവശ്യം. എന്തായാലും വണ്ടി വേണം. ഓടിക്കാനറിയാമോ? അതൊക്കെ എങ്ങനെ പഠിക്കണം? പഠിക്കണം അങ്ങോട്ട്. ക്ലീറ്റോനെ കൊണ്ട് പറ, ക്ലീറ്റോനെ കണ്ടുപിടിക്കും. ക്ലീറ്റോ ട്രെയിൻ വരെ ഓടിക്കും. ഓ പിന്നെ അവന് ട്രെയിൻ കയ്യിൽ കിട്ടേണ്ട താമസമുള്ളൂ, അങ്ങ് ഓടിക്കും. ട്രെയിൻ പറത്തും വേണക്കെ. നാടനല്ലാന്ന് തോന്നുന്നു. അതും എടുത്ത് തിന്ന്. ആ കൊച്ചു ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ തിന്നാൻ വെച്ചത് അത് ഒരു ഏത്തപ്പഴം ഉണ്ടായുള്ളൂ.
അതിൻ്റെ ഒരു പഴം അവിടെ ഇരിക്കുകയല്ലേ? പിന്നെ ഇരുന്നു അവിടെ. ഇത് എന്ത് തന്തപ്പൊടിയാ അയ്യോ, അത് ഞാൻ നേരത്തെ TV കണ്ടപ്പോൾ അവിടെ എടുത്ത് കഴിച്ചു കേട്ടോ. അല്ല, വേറെ കാര്യം, അവൾക്ക് വെച്ചിരുന്ന അവൾ ഇത് മുഴുവൻ കഴിക്കത്തില്ല. കഴിച്ചിട്ടപ്പോൾ അത് അവിടെ എവിടെയെങ്കിലും കളയും, പിന്നെ ഞാൻ തന്നെ കഴിക്കണം. എടീ, ഈ ഏത്തപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത നിനക്കറിയാമോ? ഇതിൽ നിറയെ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഉള്ളതാണ്. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കൂടുമെന്നാണ്. നിങ്ങൾ വല്ല ബുദ്ധി കൂടാനുള്ള എന്തെങ്കിലും ഉണ്ടോന്ന് നടക്കണം. ആയുസ് കൂട്ടിയിട്ട് വലിയ കാര്യപ്പം. എന്തെങ്കിലും പണിക്ക് പോകാൻ പാടില്ല ക്ലീറ്റോ. നേരെ വെളുക്കുമ്പോ മുതലെങ്കിലും ചെയ്തിട്ട് നിങ്ങക്ക് നാണാവണില്ലേ? അതെ, സത്യം പറഞ്ഞ എനിക്ക് എന്താണെന്നറിയില്ല തങ്ക. നിന്റെ അടുത്തുനിന്ന് ഇച്ചിരി സമയം കൊണ്ട് മാറിയിരിക്കുമ്പോൾ മനസ്സ് ഒരുമാതിരി. അല്ല, ഇത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പച്ചനും ഇങ്ങനെ തന്നെ ആയിരുന്നടി. അമ്മച്ചി എന്നാ ജോലി ചെയ്താലും അപ്പച്ചൻ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പച്ചൻ മീൻ ഇറക്കേണ്ടതാണെങ്കിൽ അപ്പച്ചനും അവിടെ കാണും. അമ്മച്ചി തൂത്തോണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ അപ്പച്ചൻ പിന്നാലെ കാണും. ഞങ്ങൾ 8 മക്കളായിരുന്നേ. അപ്പച്ചൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അപ്പച്ചന് ആവശ്യമുള്ളത് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തും ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ മനസ്സ് വിചാരിക്കണം. ആ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒരു സമയമുണ്ട്. അപ്പോഴേ അത് മിണ്ടാതിരിക്കുക എന്റെ ക്ലീറ്റോ. അന്ന് ചെയ്യുമ്പോൾ നമുക്ക് സംഭവം ചെയ്യാൻ പറ്റും. അതായത് നീ എന്തായാലും പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് സംഭവം ചെയ്യാൻ പറ്റുമോ? അതെ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ കനകനെ ഒരു വണ്ടി വേണോന്ന് പറഞ്ഞിട്ടുണ്ട്. അവനൊരു വണ്ടി എടുത്തു കൊടുക്കട്ടാ. ആര്? നിങ്ങള് ആരാന്നോ? ഓ, പിന്നെ ഞാൻ കനകന് വണ്ടി എടുത്തു കൊടുത്താൽ വണ്ടി ഓടിച്ച പോലെ തന്നെ. നീ വേറെ ആളെ നോക്ക്, എനിക്ക് വേറെ 100 കാര്യങ്ങളുണ്ട്. എന്താ അവന് വണ്ടി എടുത്തു കൊടുത്താൽ നിങ്ങക്ക് പിന്നെ എന്താ പണി? ഞാൻ ഈ ലോകത്ത് ആർക്ക് വണ്ടി എടുത്തു കൊടുത്താലും നിന്റെ ആങ്ങളൊക്കെ വണ്ടി എടുത്തു കൊടുക്കും നീ വിചാരിക്കണ്ട. എന്നിട്ട് വേണം അവൻ 100 കുറ്റം പറഞ്ഞിട്ട് ദിവസം തന്നെ അതിന്റെ പേരിൽ ഇവിടെ വഴക്കുണ്ടാക്കാൻ. അവൻ കുറ്റമൊന്നും പറയില്ല. നിങ്ങൾ ഒരു വണ്ടി എടുത്തു കൊടുക്കും. ഓ, പിന്നെ നിന്റെ ആങ്ങളെയാണ് ആള്. ഇനി അതുകൊണ്ട് എവിടെയെങ്കിലും ഉരുണ്ട് വീണാ പറയും ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം വണ്ടി എടുത്തു കൊടുത്തെന്ന് വേണമെങ്കിൽ അവൻ പറയും. എന്റെ ക്ലീറ്റോ, ഞാൻ ഇതെന്തെങ്കിലും പറയാൻ കാര്യമൊന്നും ക്ലീറ്റോന്ന് അറിയാമോ? നിങ്ങളെ കൊണ്ട് ഒരു വകയ്ക്കും കൊള്ളൂല എന്ന് നാഴികയ്ക്ക് 40 തൊട്ട് അവരെല്ലാവരും പറയുന്നുണ്ട്. ആ ഒരു അഭിപ്രായം മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ചെയ്യാൻ പറ്റുമോ? അല്ല തങ്ക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടു. എന്തേ? നിനക്ക് നീ അങ്ങനെ വല്ല അഭിപ്രായമുണ്ട് എന്നെ കൊണ്ട് ഒന്നും കൊള്ളരാതാണെന്ന്? എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. എനിക്ക് അറിഞ്ഞാൽ മതി എന്റെ മുത്ത്. പിന്നെ നിന്റെ ആങ്ങളയ്ക്ക് വണ്ടി വേണമെങ്കിൽ അവൻ എന്റെ അടുത്തൊന്ന് പറയട്ടെ. അവൻ എന്നോട് പറഞ്ഞില്ലേ, പിന്നെ എന്തിനിങ്ങനെ വാശി കാണിക്കണേ? എന്നാലും അത് ശരിയാവൂല. ശരിയാവൂ. നിങ്ങളൊരു വണ്ടി അധികം പൈസ ഒന്നും ഇല്ല കേട്ടോ അവന്റെ കയ്യില്. എത്ര രൂപ ഉണ്ട്? 10,000 രൂപ ഉണ്ടാവും. എത്ര? 10,000 രൂപ. കൊള്ളാം. അപ്പൊ ഇനിയിപ്പോ ഞാൻ ആക്രി കടകളിൽ കയറി ഇറങ്ങണമെന്നാണ് അർത്ഥം. എന്റെ ക്ലീറ്റോ, സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ പുതിയ വണ്ടിയല്ല. 10,000 രൂപയൊക്കെ മതി വണ്ടിക്ക്. പിന്നെ 10,000 രൂപയ്ക്ക് വണ്ടി ഓടണ്ടേടി? അതൊക്കെ കിട്ടും. 10,000 രൂപയ്ക്ക് വണ്ടി ഒന്നും കിട്ടത്തില്ല. ഈ കൊട്ടേഷൻ നീ അവൻ വേറെ ആരെങ്കിലും കൊടുത്ത് എടുക്കട്ടെ. എന്തെങ്കിലും കൂടി തരൂന്ന് നിങ്ങളൊന്ന് നോക്ക് ക്ലീറ്റോ. നമുക്ക് ഉപകാരപ്പെടും അവിടെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ. ഈ 10,000 രൂപയ്ക്ക് വണ്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ പോയാലും ഒരു 10-20. എടീ, ഒരു വണ്ടിയുണ്ട്. നമ്മുടെ ബ്രോക്കർ രവീന്ദ്രൻ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞു. ഏതോ ഒരു ഗൾഫുകാരൻ പോകാൻ അത്യാവശ്യപ്പെട്ട് നിൽക്കണുണ്ട്. അത് ചിലപ്പോൾ ഒന്ന് ചവിട്ടിയാൽ കിട്ടും. പിന്നെ കൈനറ്റിക് പോലത്തെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, ഈ വണ്ടി എടുക്കാൻ ഞാനിപ്പോൾ മുൻകൈ എടുത്തത് എൻ്റെ തങ്കം പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അതായത് അവന് വേണ്ടിയല്ല കേട്ടാ. എങ്ങനെ വണ്ടി എഞ്ചിനൊക്കെ കണ്ടീഷനല്ലേ? എഞ്ചിൻ ഭയങ്കര കണ്ടീഷൻ തന്നെ. എങ്ങനെ ഡാൻസ് കളിച്ചാണ് വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് ഇതുവരെ ഓടി വന്നത്. അത് ചെറിയൊരു എങ്ങനെ നീ അവിടെ നിന്ന് ഓടിച്ച് ഇതുവരെ വന്നു? ഓ, ആദ്യം ചെയ്തെങ്കിൽ വന്ന് നമ്മൾ സ്ഥിരം ഓടിക്കുന്ന വണ്ടിയല്ലേ സാർ, വേറെ വിഷയമൊന്നുമില്ല. ഈ നല്ല വണ്ടി കണ്ടിട്ടില്ലല്ലേ? ടയർ വെട്ടലുണ്ടോ? ടയർ പുതിയ സാറേ, ഒരു നെറ്റ് മുടുക്കുമ്പോൾ അതങ്ങ് ശരിയാവും. ചുമ്മാരി എന്നെ നീ വണ്ടി എന്നെ പഠിപ്പിക്കരുത് കേട്ടാ. നിങ്ങൾ വണ്ടി നിന്റെ വണ്ടി തന്നെ? അളിയൻ്റെ വണ്ടി. അളിയൻ എവിടെ? അളിയ ഗൾഫിൽ പോകണം, അതുകൊണ്ടാണ് വണ്ടി വിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ടിക്കറ്റ് ഒക്കെ എടുക്കണം അങ്ങോട്ട് പോകാനേ. ഇത് വിറ്റ കാശ് കൊണ്ട് അളിയൻ ടിക്കറ്റ് എടുത്ത് ഗൾഫിൽ പോയാലും തന്നെ ഇതിന് എത്ര രൂപ കിട്ടുമെന്നാണ് വിചാരിക്കണത് നിങ്ങൾ? വേണ്ട, ഇൻഡിക്കേറ്റർ പൊട്ടി കിടക്കും. വേണ്ട, അത് 2 പശ വാങ്ങിച്ച് ഓടിക്കാം സാറേ. 10-20 രൂപ ഒരു പശ വാങ്ങിച്ചാൽ. ഇപ്പം നിങ്ങളുടെ 20 രൂപ എടുക്കാനില്ലേ? ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് പിന്നെ വേണ്ട. പറഞ്ഞ വഴിക്ക് അപ്പോൾ കൊടുക്കണമെന്നെ മണ്ടയ്ക്ക് അങ്ങ് വെച്ച് കൊടുക്കാൻ. കഷ്ടം. ക്ലച്ച് കംപ്ലൈൻ്റ് ഉണ്ട്, ചെയിൻ സ്പ്രോക്കറ്റ് അടിയുണ്ട്. ഇത് ആകെ പ്രശ്നമാണ്. ഇതിപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് ഇത് പോകില്ല. എന്തായാലും നമ്മളെ മുട്ടിച്ചെന്ന രവിയില്ലേ, രവിയെടുത്ത് ഞാൻ വിളിക്കാം. ഞാൻ വിളിച്ച് പറയട്ടെ. വിളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ. രവി, വണ്ടി ഞാൻ നോക്കി. വണ്ടി പോരെ രവി. ഇല്ല അത്ര കണ്ടീഷൻ പറഞ്ഞൊരു ഇതൊന്നുമില്ല. ഒരു 10 രൂപ.
ഏയ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആ ബോട്ട് ആ 12 രൂപ. ആ ഒരു കാര്യം ചെയ്യും, 15 രൂപയ്ക്ക് കച്ചവടം, 14 രൂപ അങ്ങ് തരും. ആ ശരി ശരി ശരി. ആ വണ്ടി ഒരുപാട് പണിയുണ്ട്. ആ ശരി എന്നാ. അതെ രവീരുടെ ഞാൻ വില പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ് 20 രൂപയൊന്നും കിട്ടൂല, ഒരു 15 രൂപയ്ക്കാണെങ്കിൽ ഇത് നോക്കാം. ഇത്രയും പുതിയ വണ്ടി നമ്മൾ ഇനി സംസാരം വേണ്ട, രവിയായിട്ട് സംസാരിച്ചോ. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നെ വിളി, വണ്ടി ഓക്കെ കേട്ടാ. ഓ ഞാൻ വിളിക്കാം. Alien versus Alien.